നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ ശേഷിയിൽ ഒരു നാഴികക്കല്ലായി മാറുവാൻ പോകുന്ന ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് അഗ്നി 6. ഇന്ത്യയുടെ ഏറ്റവും ദൂരപരിധിയുള്ള ഒരു മിസൈൽ പദ്ധതിയായി കണക്കാക്കപ്പെടുന്ന അഗ്നി 6 പരീക്ഷണത്തിന് രാജ്യം ഒരുങ്ങുകയാണ്. അഗ്നി 6 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും ഇത് ഇന്ത്യയുടെ സുരക്ഷയെ എങ്ങനെ ശക്തിപ്പെടുത്തുമെന്നും ലോകത്തിലെ മറ്റ് ശക്തരായിട്ടുള്ള രാജ്യങ്ങളുടെ മിസൈലുകളോട് എങ്ങനെ താരതമ്യം ചെയ്യാമെന്നും വിശദമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അഗ്നി 1 മുതൽ അഗ്നി 5 വരെ ഇന്ത്യ ഇതിനകം തന്നെ വിജയകരമായിട്ടുള്ള നിരവധി മിസൈൽ സംവിധാനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്. 12,000 കിലോമീറ്ററിലധികം ദൂരം വരെ എത്തുവാൻ ശേഷിയുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 6. ഇത്രയും വലിയ ദൂരപരിധി ലഭിക്കുന്നത് കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വ്യാപിപ്പിക്കുവാൻ സാധിക്കും. അഗ്നി 6 ഏറ്റവും വലിയ സവിശേഷതയായി പറയപ്പെടുന്നത് അതിന്റെ സാങ്കേതിക വിദ്യയാണ്. ഒരു മിസൈലിനുള്ളിൽ ഒന്നിലധികം വാർ ഹെഡുകൾ വഹിക്കുവാൻ കഴിയുന്ന സംവിധാനമാണ്. ഓരോ വാർ ഹെഡിനെയും വ്യത്യസ്ത ലക്ഷ്യസ്ഥാനത്തിലേക്ക് നയിക്കുവാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കുന്നു. ഇതിലൂടെ ഒരൊറ്റ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഒന്നിലധികം ലക്ഷ്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും കഴിയുന്നു. ആധുനിക നാവിഗേഷൻ സംവിധാനങ്ങളും ഗൈഡൻസ് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിനാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കൂടുതൽ കൃത്യതയോടുകൂടി എത്തുവാനും കഴിയുന്നു. അഗ്നി 6 മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കുവാൻ കഴിയുന്ന രീതിയിലാണ്. ഇതിലൂടെ സ്ഥിരമായ ഒരു കേന്ദ്രത്തെ മാത്രം ആശ്രയിക്കാതെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിന്യസിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും സാധിക്കും. ഒരു രാജ്യത്തിന്റെ പ്രതിരോധ നയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് പ്രതിരോധ ശേഷി. അഗ്നി 6 പോലുള്ള ദീർഘദൂര മിസൈൽ സംവിധാനങ്ങൾ ഒരു രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പ്രതിരോധ ശേഷിയെ ശക്തിപ്പെടുത്തുന്നതാണ്. ലോകശക്തികളുടെ നിലയിൽ ഇന്ത്യ, അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ അതിദീർഘദൂര മിസൈൽ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചിട്ടുണ്ട്. അഗ്നി 6 വിജയകരമായി വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്താൽ ഇന്ത്യയും അത്യാധുനിക ദീർഘദൂര മിസൈൽ സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങളുടെ ആ കൂട്ടത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള സ്ഥാനം നേടുകയും ചെയ്യും. ഈ മിസൈലിന് 12,000 കിലോമീറ്റർ വരെ ദൂരം കൈവരിക്കാനാകുമ്പോൾ പല രാജ്യങ്ങളും അതിന്റെ പരിധിക്കുള്ളിൽ വരികയാണ്. ചൈന, പാകിസ്ഥാൻ, റഷ്യ, യൂറോപ്പിലെ ഭൂരിഭാഗം രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, ആഫ്രിക്കയിലെ മിക്ക രാജ്യങ്ങളും, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങൾ, അമേരിക്കയുടെ ചില ഭാഗങ്ങളും ഇതിന്റെ പരിധിയിൽ വരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇന്ത്യയുടെ ആണവ പ്രതിരോധ നയത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണിത്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടുന്ന ഒരു സംഭവമാണിത്. ലോകത്തിലെ ഒരു പ്രമുഖ പ്രതിരോധ ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ആണവ വാർഹെഡുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നും അവയിൽ ചിലത് സൈനിക താവളങ്ങളിലും ഭൂമിക്കടിയിലെ കേന്ദ്രങ്ങളിലും അന്തർവാഹിനികളിലുമായി പ്രവർത്തനക്ഷമമാക്കി വിന്യസിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. സാധാരണയായി ഇന്ത്യയുടെ ആണവ നയം 2 പ്രധാന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇന്ത്യ ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല എന്നും എന്നാൽ രാജ്യത്തെ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുവാൻ ആവശ്യമായ ശേഷി നിലനിർത്തുമെന്നുള്ള നയമാണ്. ഇതുവരെ ഇന്ത്യ ആണവ വാർഹെഡുകളും അവ വഹിക്കുന്ന മിസൈലുകളും ഓരോന്നും പ്രത്യേകം സൂക്ഷിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ വാർഹെഡുകൾ നേരിട്ട് വിന്യസിച്ചിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ വളരെ വേഗത്തിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് അവ മാറ്റിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ആണവ പ്രതിരോധ ശേഷിയെ കൂടുതൽ ശക്തമാക്കിയതായി പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ത്യ പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും പോലുള്ള 2 ആണവ ശക്തികളുമായി അതിർത്തി പങ്കിടുന്ന സാഹചര്യത്തിൽ ആണവ പ്രതിരോധ ശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അത് രാജ്യസുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. ആണവശേഷിയുള്ള അന്തർവാഹിനികൾ, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ, പുതിയ വിക്ഷേപണ സംവിധാനങ്ങൾ എന്നിവ